എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. ഇതിനകത്ത് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഓവർ ഹീറ്റായ കൂട്ടത്തിൽ ഇടയ്ക്ക് നമ്മൾ ഈ പാർട്ടിക്കാരുടെ ആവശ്യപ്രകാരം ഏതെങ്കിലും സീൻ കാണുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാനും അവിടെ ഇടാനും നിർത്താൻ പറയും. അപ്പൊ അതിനും ബ്രേക്ക് അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിർത്തും. സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ നിർത്തി കഴിയുമ്പോഴത്തേക്കും ഇത് ഓട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്ക് കാറ്റടിച്ച് തണുക്കും. ഇത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റടിക്കലൊന്നും ഉണ്ടാവില്ലല്ലോ, അറിയാല്ല. അപ്പൊ എന്ന് വെച്ചാൽ ഈ ഡിസ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പാഡ് റിട്ടേൺ പോകും. ഡിസ്കിൽ നിന്ന് പാഡ് റിട്ടേൺ മാറിപ്പോകും, അകൽച്ചയായിരിക്കും. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല, ഡ്രൈവർ അറിയുന്നില്ല. ഡ്രൈവർ പാർട്ടിക്കാർ വീണ്ടും ഫോട്ടോ ഒക്കെ എടുത്തൊന്ന് കയറി വണ്ടി എടുക്കും. രണ്ട് പിന്നെ ഇറങ്ങുമ്പോഴത്തേക്കും ചവിട്ടുമ്പോഴത്തേക്കും ബ്രേക്ക് ഉണ്ടാവില്ല. അവ നിർത്തി കൊടുത്തോ കുഴപ്പമില്ല. നിർത്തി കൊടുക്കുമ്പോൾ അവർക്ക് 1 മണിക്കൂറെങ്കിലും നിർത്തി കൊടുക്കണം. അത് നമ്മുടെയും കൂടി ആവശ്യമാണ്, എന്നാലേ ബ്രേക്ക് ഉണ്ടാവുള്ളൂ, അല്ലെ ബ്രേക്ക് ഉണ്ടാവില്ല. ശരി. ഇതിനെപ്പറ്റി ഈ തിയറിറ്റിക്കൽസ് ഇപ്പൊ ആൾക്കാർക്ക് തീരെ അറിയില്ലല്ലോ. നമ്മള് സാധാരണ വാഹനത്തിൽ കയറും, നമ്മളൊരു സ്ഥലത്തിലേക്ക് പോകുന്നത് യാത്രക്കാർക്ക് കാര്യമില്ല. അപ്പൊ ശരിക്കും ഇനി വണ്ടി ഓടിക്കുന്ന ഒരാള്, അതായത് ഇപ്പൊ ഇതിനെപ്പറ്റി വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ അല്ലെങ്കിൽ ഈ മേഖലയിൽ വന്ന് ശരിക്കും അതിൽ പാസഞ്ചർ ആയിക്കോട്ടെ ഡ്രൈവർ ആയിക്കോട്ടെ, ശരിക്കും ഇങ്ങനെ ഇനിയൊരു യാത്ര പോകുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അതായത് ഇപ്പോൾ കസ്റ്റമർ പറയും അവിടെ നിർത്താനും ഇവിടെ നിർത്താനൊക്കെ ഹൈ റേഞ്ച് പറയുമ്പോൾ അറിയില്ല, അതിന്റെ കാണുന്ന ഒരു ഏരിയ അതിന്റെ ഭംഗി നോക്കുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ പറയും. സത്യത്തിൽ ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു യാത്ര? അവര് നിർത്താൻ പറയുന്ന ആ സമയത്ത് അവർക്ക് നിർത്തി കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ അവർക്ക് അപ്പൊ ഇത്തിരി സമയം കൂടുതൽ കൊടുത്തേക്കുക. ഡ്രൈവർമാർക്ക് കൂടുതൽ സമയം കൊടുക്കും. അവര് നിർത്താൻ പറയുമ്പോ ആ നിർത്തിയിട്ട് അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് തിരിച്ചു വന്ന് കയറുമ്പോഴത്തേക്കും അതിന്റെ ബുദ്ധിമുട്ട് വണ്ടിക്കുണ്ടാവും. പോകുന്ന യാത്രക്കാർ പറഞ്ഞ പോലെ അനുഭവിക്കുന്നുണ്ട്. എത്ര ആൾക്കാരാണ്, നമ്മുടെ പരിചയമില്ലായ്മയാണ്.